ആഗോള അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തില് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. ദുർബലമായ ഡോളര്, വ്യാപാര യുദ്ധ പിരിമുറുക്കങ്ങള്, യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പദ്ധതികള് മൂലമുള്ള ആഗോള സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകള് എന്നിവയാണ് സ്വർണ്ണത്തിലേക്ക് നിക്ഷേപകരെ നയിക്കുന്നത്. ദേശീയ വിപണിയില് സ്വർണ്ണത്തിന്റെ വില 10 ഗ്രാമിന് തോല ബാര് 95,000 രൂപ കടന്നു. 1 ലക്ഷം രൂപയിൽ നിന്ന് വെറും 5% അകലെയാണ് വില. തുടർച്ചയായ താരിഫ് പ്രതിസന്ധി നിക്ഷേപകരുടെ വികാരത്തെ ഉത്തേജിപ്പിക്കുകയും സുരക്ഷിത നിക്ഷേപ ആസ്തിയുടെ ആവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ 1 ലക്ഷം എന്ന വില അപ്രാപ്യമല്ലെന്ന് വിലയിരുത്തപ്പെടുന്നു. കേരളത്തില് സ്വർണ്ണവില ഗ്രാമിന് 105 രൂപ ഉയർന്ന് 8,920 രൂപയിലെത്തി. പവന് വില 840 രൂപ ഉയർന്ന് 71,360 രൂപയിലെത്തി. 10 ദിവസത്തിനിടെ പവന് 5,560 രൂപ വില കൂടി. വിദഗ്ധരുടെ അഭിപ്രായത്തില് മുന്നോട്ടു പോകുമ്പോള് സ്വർണ്ണത്തിന്റെ വില കൂടുതൽ ഉയരാനാണ് സാധ്യത. ബാങ്ക് ഓഫ് അമേരിക്ക വിശകലന വിദഗ്ധര് ഗോൾഡ് ഫ്യൂച്ചര് വില അടുത്ത 2 വർഷത്തിനുള്ളിൽ ഔൺസിന് $3,500 കണക്കാക്കുന്നു. അതേസമയം 2025 അവസാനത്തോടെ സ്വർണ്ണം ഔൺസിന് $3,300 ആകുമെന്നാണ് ഗോൾഡ്മാൻ സാക്സസ് പ്രതീക്ഷിക്കുന്നത്. ഓഹരികള്, ബോണ്ടുകള്, കറൻസികള് തുടങ്ങിയ അപകട സാധ്യതയുള്ള ആസ്തികളില് വ്യാപകമായ വിൽപ്പന നടന്നിട്ടുണ്ട്. ഇത് സ്വർണ്ണവിലകള് വീണ്ടും ഉയരാന് കാരണമായി. വില ഇടിഞ്ഞേക്കാമെന്ന് മുന്നറിയിപ്പ്. ഇതൊക്കെയാണെങ്കിലും ഗവേഷണ സ്ഥാപനമായ മോർണിംഗ് സ്റ്റാർ സ്വർണ്ണ വിലയില് അവിശ്വസനീയമാമിതമുള്ള ഇടിവിനെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത കുറച്ച് വർഷങ്ങളില് സ്വർണ്ണ വിലയില് 40% മൂല്യത്തകർച്ച സംഭവിക്കുമെന്നാണ് മോർണിംഗ് സ്റ്റാർ പറയുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് 1,820 വരെ താഴാമെന്നാണ് മോർണിംഗ് സ്റ്റാറിലെ വിദഗ്ധര് പറയുന്നത്. ഈ ഇടിവ് ആഭ്യന്തരമായി ആവർത്തിക്കുകയാണെങ്കിൽ അത് സ്വർണ്ണവില 10 ഗ്രാമിന് 55,000 മുതൽ 56,000 രൂപ വരെ താഴാനിടയാക്കും. മോർണിംഗ് സ്റ്റാറിന്റെ അഭിപ്രായത്തില് സ്വർണ്ണത്തിന്റെ വർദ്ധിച്ച വിതരണം വിലയിലെ ഇടിവിന് കാരണമാകും. ഡിമാൻഡ് ഈ രീതിയിൽ നിലനിർത്താൻ കഴിയില്ലെന്ന് കമ്പനി പറയുന്നു. സ്വർണ്ണ ഖനനത്തിന്റെ ലാഭക്ഷമത വർദ്ധിച്ചുവരുന്നതിനാല് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങള് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സ്വർണ്ണ പുനരുപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്.